ഈ ഇരുത്തം എന്താണെന്നല്ലേ, ഞാൻ എപ്പോൾ സൈഡാവുന്നോ ആ ഒരു സമയത്ത് എൻ്റെ സൈഡായിട്ട് തന്നെ ഇവളെപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും എന്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇവളുടെ ഈ ഒരു ഇരുത്തുണ്ടല്ലോ എനിക്ക് നൽകുന്ന സന്തോഷം ചെറുതൊന്നല്ല. അപ്പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ ആൾ അങ്ങോട്ട് ഓടിപ്പോവും, ഇവിടെ ഒച്ച കേൾക്കുമ്പോൾ ആൾ ഇങ്ങോട്ട് വരും. എന്നാലും അപ്പുറം ഇപ്പുറമായിട്ട് എല്ലായിടത്തും അവളുടെ ശ്രദ്ധ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് എന്നെ നക്കുന്നുണ്ട്, എൻ്റെ കാലിങ്ങനെ കൈയോണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവൾ എൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് കിടന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഉണർന്നതിന് ശേഷം കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവളെ ഞാൻ ഒരുപാട് നേരം നോക്കിയിരുന്നു കേട്ടോ. ആ സമയത്ത് അവളും എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം തരുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് എണീറ്റൊന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ ആളങ്ങോട്ട് എന്നെ കിടക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. രണ്ടു കാലം എണീറ്റിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി അവസാനം ഞാൻ അവിടെ നിന്ന് എണീറ്റ് പറ്റുമല്ലോ എന്നുള്ളൊരു സാഹചര്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നിമിഷം ഒരു മനുഷ്യന് എന്നെ ഇതുപോലെ നോക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഞാൻ എണീറ്റപ്പോൾ ആൾക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം എന്നിട്ട് വേണമല്ലോ ശങ്കരീനെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട്. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് നല്ല അടിപൊളി മീൻ പീരിയും മീൻ പൊരിച്ചതും പയറുപ്പേരും കൂട്ടി അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയതും എനിക്കൊന്നും ഇല്ല, എനിക്ക് എന്തെങ്കിലും താന്ന് പറഞ്ഞാൽ അപ്പുറത്തൊന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ശങ്കരി തന്നെയാണ്.